സഫലം 55+ നേതൃത്വത്തിൽ നടത്തുന്ന പ്രഭാഷണ പരമ്പരയിൽ പ്രമുഖ എഴുത്തുകാരനും ഷിക്കാഗോ സർവകലാശാലയിലെ സീനിയർ സയന്റിസ്റ്റുമായ ഡോക്ടർ യതിരൻ കതിരവൻ പ്രഭാഷണം നടത്തി. കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MS ശശിധരൻ നായർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ, സഫലം സെക്രട്ടറി VM അബ്ദുള്ള ഖാൻ, PS മധുസൂദനൻ, രവി പാല, രാജേന്ദ്രൻ IPS, സുഷമ രവീന്ദ്രൻ, ബാബു കോട്ടയം എന്നിവർ പ്രസംഗിച്ചു. നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ, ഡോക്ടർ യതിരൻ കതിരവൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മൗലികമായി ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന യതിരൻ കതിരവൻ ശാസ്ത്രീയമായ കാഴ്ചപ്പാടോടെ വിവിധ വിഷയങ്ങളെ വിലയിരുത്തുന്ന ഗ്രന്ഥങ്ങളുടെ രചനയിലൂടെയും ശ്രദ്ധേയനാണ്. ലാളിത്യവും വിനയവും മുഖമുദ്രയാക്കിയ യതിരൻ കതിരവൻ സഫലത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ പ്രമേഹമെന്ന അസുഖം നമ്മുടെ മധുരവാസനകളുമായി ഇഴചേർന്ന് എങ്ങനെ ഒരു ജനകീയ രോഗമായി പരിണമിച്ചു എന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ചു. വൽക്കരിക്കപ്പെട്ട ജീവിത രീതിയിൽ നിന്ന് വന്നതാണ്. അതൊരു ജീവിതശൈലി രോഗം എന്നാണ് പറയുന്നത് ഡയബറ്റീസ്. അല്ലാതെ ശരിക്കും രോഗമല്ല, ജീവിതശൈലി മാറിപ്പോയപ്പോൾ വന്നു കയറിയതാണ് ഡയബറ്റീസ്. മധുരം കഴിക്കുന്നത്, അതിൻ്റെ ചരിത്രം ഒട്ടും പറയാം. മധുരം നമ്മളെങ്ങനെ ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്, മധുരത്തിൽ അങ്ങോട്ട് ഭ്രമിക്കപ്പെട്ടു പോയ ഒരു ജീവിതമാണ് പാവം മനുഷ്യൻ്റെ ജീവിതം. മധുരത്തിൽ തലയ്ക്കപ്പെട്ടതാണ് അവൻ്റെ ജീവിതം. അപ്പോൾ മറ്റു ചില ജീനുകൾ, നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെ പ്രവർത്തനം നടത്തുന്നത് ജീനുകൾ എന്ന് പറഞ്ഞ DNA നമുക്ക് അതിലേക്ക് പോകുന്നില്ല, അതിനുള്ള ജീനുകളാണ്. അപ്പോൾ നമുക്ക് ചില മോശം ജീനുകൾ കിട്ടിയിട്ടുണ്ട് പരിണാമ വഴിയിൽ. കാരണം നമ്മളോടൊപ്പം തന്നെ ഒരു 40,000 കൊല്ലം മുൻപ് നിയാണ്ടർതാൽ എന്നൊരു വംശമുണ്ടായിരുന്നു, മറ്റൊരു സ്പീഷീസാണ്. പാലും പാലുൽപ്പന്നങ്ങളും മനുഷ്യന് അത്യന്താപേക്ഷിതമല്ല എന്ന് ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അഭിപ്രായപ്പെട്ടതും കൗതുകകരമായി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുമ്പോഴും തനതായ ശൈലിയിൽ യതിരൻ കതിരവൻ നടത്തിയ പ്രഭാഷണം വിനോദവും വിജ്ഞാനവും പകരുന്നതായിരുന്നു.